الحمد لله وحده نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الأحبة أوصيكم بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إن الموت الذي تفرون منه فإنه ملاقيكم ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിനെ മനസ്സിലാക്കി അവൻ്റെ വിധി നിർദ്ദേശങ്ങൾ ശ്രദ്ധയോടെ ജീവിതത്തിൽ പുലർത്താൻ ശ്രമിക്കണമെന്ന് ആദ്യമേ ഉണർത്തുകയാണ്. നമ്മളൊക്കെ ജീവിതത്തിൻ്റെ തിരക്കുകളിലാണ്. ജീവിക്കാനുള്ള നെട്ടോട്ടത്തിൽ എന്നൊക്കെ പറയും. അതിനിടയിൽ ജീവന് ഭീഷണിയാകുന്ന എന്തെങ്കിലും രോഗമോ അപകടമോ ഒക്കെ ഉണ്ടായാൽ നമ്മളാകെ ആധിയിലാണ്. ആ അപകടം തരണം ചെയ്യാൻ കഴിയുന്ന അവസ്ഥയിലാണോ, അല്ലെങ്കിൽ ആ രോഗം അത് ജീവനും കൊണ്ടുപോകുന്ന രോഗമാണോ എന്നൊക്കെയുള്ള ബേജാറുകളിലാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഫിറ്റ്നസ്സിനെ കുറിച്ച് അമിതമായ ആശങ്കകളിലാണ്. പുതിയ കാലം നമുക്കറിയാം, ഒരുപാട് തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളും മറ്റ് ഭയാനകമായ മാറാവ്യാധികളുമൊക്കെ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. അതൊന്നും മേലേക്ക് പറ്റാതെ, നമുക്കും നമുക്കിഷ്ടപ്പെട്ടവർക്കും ഒന്നും കിട്ടാതെ എങ്ങനെ അതിനിടയിലൂടെ ആരോഗ്യവാന്മാരായി ദീർഘായുസ്സോടുകൂടി ജീവിക്കാം എന്നതിനെക്കുറിച്ചുള്ള ആധിയിൽ ജീവിക്കുകയാണ്. നല്ലതാണ്. അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയാണ് ഒരു വിശ്വാസി മുന്നോട്ട് പോകേണ്ടത്. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ എത്രത്തോളം ശ്രദ്ധിച്ചു പോയാലും ശരി, നമുക്ക് ചെന്നെത്താനുള്ളത് മരണമെന്ന അതിഥിയുടെ അരികിലേക്കാണ് എന്ന വസ്തുത പലപ്പോഴും നമുക്ക് ആലോചിക്കാൻ കഴിയുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പം നമ്മുടെ വീട്ടിൽ ഒരു രോഗി ഉണ്ടായാൽ, അല്ലെങ്കിൽ ഒരു പുതിയ രോഗം ഒരാൾക്ക് കണ്ടെത്തിയാൽ, പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്തെ മാരകം എന്നൊക്കെ പറയുന്ന രോഗമാണ് എങ്കിൽ നമ്മൾ മുഴുവൻ അയാൾക്കുള്ള ചികിത്സയെക്കുറിച്ചുള്ള ആലോചനകളിലാണ്. ഏറ്റവും മെച്ചപ്പെട്ട ചികിത്സ ഏറ്റവും വേഗത്തിൽ എവിടെ നിന്ന് ലഭിക്കും, അയാളെ ആ രോഗത്തിൽ നിന്ന് എത്ര വേഗത്തിൽ മുക്തമാക്കാൻ നമുക്ക് കഴിയും എന്നതിനെക്കുറിച്ചുള്ള ആലോചനകളിൽ, അതിനുള്ള ഫണ്ട് ശേഖരണങ്ങളിൽ, അതിനുള്ള സോഴ്സുകൾ കണ്ടെത്തുന്നതിൽ, ആശുപത്രികളെയും ഡോക്ടർമാരെയും തിരഞ്ഞെടുക്കുന്നതിലൊക്കെ വ്യാപൃതരാണ് നമ്മൾ. പക്ഷെ എന്നാലും അള്ളാഹു നിശ്ചയിച്ചാൽ മരിക്കാൻ ഇതൊന്നും വേണ്ട, അതേതു സമയവും സംഭവിക്കാം. പക്ഷെ എൻ്റെ ശരിയായ ജീവിതം ആ മരണത്തിന് ശേഷമാണല്ലോ വരിക, എൻ്റെതായാലും അവൻ്റെതായാലും.
അല്ലെങ്കിൽ എൻ്റെതായാലും അവളുടേതായാലും ഒക്കെ ശരിയായ ജീവിതം വരാനുള്ളത് ആ മരണത്തിന് ശേഷമാണല്ലോ. അന്നത്തേക്ക് നമുക്കെന്ത് ചെയ്തു കൊടുക്കാൻ കഴിയും? ഇയാൾക്ക് വേണ്ട കാവലൊരുക്കാൻ നമുക്ക് കഴിയാം ഈ ദുനിയാവിൽ. അയാൾക്ക് വേണ്ട ഫണ്ട് ഒപ്പിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയും. ഏറ്റവും നല്ല ഡോക്ടറെയും ആശുപത്രിയെയും ഒക്കെ നിർദ്ദേശിക്കാൻ നമുക്ക് കഴിയും. പക്ഷെ അതൊക്കെ അപ്പുറത്തേക്ക് ഞാൻ ഓതി വെച്ച വചനം നമ്മളൊക്കെ സ്ഥിരമായി കേൾക്കുന്നതാണ്. റസൂലേ, അങ്ങ് പറയുക, ഇന്നൽ മൗത്തല്ലദീ തഫിറൂന മിൻഹു, നിങ്ങൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന മരണമുണ്ടല്ലോ, ഫഇന്നഹു മുലാഖീകും, തീർച്ചയായും അത് നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ അതിനെ അഭിമുഖീകരിക്കുക തന്നെ ചെയ്യും. സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ, പിന്നീട് ദൃശ്യവും അദൃശ്യവും അറിയുന്ന അള്ളാഹുവിലേക്കാകുന്നു നിങ്ങൾ മടക്കപ്പെടുന്നത്. ഫയുനബ്ബിഉക്കും ബിമാ കുൻതും തഅമലൂൻ, അതിനുശേഷം അവിടെ ഒരു ലോകത്ത് നിങ്ങൾ എന്തൊക്കെ ചെയ്തു എന്ന് അറിയിക്കപ്പെടുകയാണ്. അല്ലെ, നമ്മളൊരു ടെസ്റ്റിന് കൊടുത്തു നമ്മുടെ ബ്ലഡ്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ മറ്റേതെങ്കിലും ഭാഗങ്ങൾ 2 ആഴ്ച കഴിയണം, അല്ലെങ്കിൽ 16 ദിവസം കഴിയണം, 20 ദിവസം കഴിയണം അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആശങ്കയോടെ കാത്തുക്കുക, എന്തായിരിക്കും അതിൻ്റെ റിസൾട്ട് കിട്ടുക. അല്ലെ, അതിനെന്തൊക്കെ സാധ്യതകളുണ്ട്. ഇന്നിപ്പോൾ നമുക്കറിയാം, ചെറിയ കുട്ടികൾ പോലും അവർക്ക് രോഗം നിർണയിക്കപ്പെട്ടാൽ, അല്ലെങ്കിൽ രോഗത്തിനെ കുറിച്ച് പറഞ്ഞാൽ അവർ ഗൂഗിളിൽ തിരയാം. അല്ലെ, ChatGPTയിലും ജെമിനിയിലും അതുപോലെയുള്ള AI ടൂളുകളിലൊക്കെ തിരയാണ് ഈ രോഗം അതെന്താ, അതെങ്ങനെ വരുന്നതാ, അതിൻ്റെ ഫലം എന്താ, അതെങ്ങനെയൊക്കെ പോകും, എവിടെയൊക്കെ വരാമെന്ന്. അല്ലെ, അതുകൊണ്ട് സൂക്കടൊന്നും മറച്ചെക്കാനൊന്നും കഴിയില്ല നമുക്കില്ല. ഞാൻ പറഞ്ഞു വന്നത് ആ ബേജാറില്ല. പക്ഷേ ബിമാ കുന്തും തഅമലൂൻ, അത് ബേജാറായാലും ഇപ്പം എന്താ പറ്റാനുള്ളത്? ഏറി വന്നാൽ എന്താ സംഭവിക്കുക? മരിക്കൂലേ നമ്മളല്ലേ? അതല്ലേ ഏറ്റവും വലുത്. അതെന്തായാലും സംഭവിക്കുമല്ലോ. അതിനെന്തിനാ അപകടം? അതിനെന്തിനാ രോഗം? അതിനെന്തിനാ പ്രായം? അതിനെന്തിനാ ലിംഗം? അതിനെന്തിനാ പ്രത്യേക സാഹചര്യം? ഒന്നും വേണ്ട അല്ലേ? പക്ഷെ അതിനു ശേഷം വരാനുള്ള ഒന്നുണ്ടല്ലോ. നമ്മളൊക്കെ ഒരുങ്ങിയിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസം എൻ്റെ നാട്ടിലൊരു മരണം നടന്നു. എൻ്റെ ബന്ധു, എൻ്റെ അയൽപക്കക്കാരനായ ഒരു ചെറുപ്പക്കാരൻ, നിങ്ങൾ പത്രത്തിലും ചാനലിലൊക്കെ കേട്ട് കാണും. ഒരു ടാങ്കിൽ, നിർമ്മിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ടാങ്കിൽ അതിൻ്റെ അവർ ചെയ്തു വെച്ച കോൺക്രീറ്റ് വർക്കുകളുടെ തൂണും കൊമ്പിയൊക്കെ എടുക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ശ്വാസം മുട്ടി മരിച്ചു പോയതാണ് ആ ചെറുപ്പക്കാരൻ. അള്ളാഹു അദ്ദേഹത്തിൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കട്ടെ. രാവിലെ വീട്ടിൽ നിന്ന് ജോലിക്കിറങ്ങി ഒരു സ്ഥലത്തെ അത്യാവശ്യ പണികൾ കഴിഞ്ഞ് രണ്ടാമതിടത്തേക്ക് എത്തിയതാണ്. ഇതുപോലെ എത്രയോ ടാങ്കുകൾ അവരുണ്ടാക്കുകയും ഈ പണികളൊക്കെ എടുക്കുകയും ചെയ്തതാണ്. ആ ഒരു ധൈര്യത്തെ തന്നെയാണ് തമാശക്കാരോ കൂടെ പറഞ്ഞു, കയറൊക്കെ കെട്ടണമെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. കാരണം അവരത്രയോ അങ്ങനെ ഇറങ്ങിപ്പോയതാണ്, എങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്. ആ 40 വയസ്സുകാരൻ്റെ മയ്യത്ത് നിസ്കരിക്കാൻ നിന്നപ്പോൾ മനസ്സിലേക്ക് വന്ന ചില ചിന്തകൾ ആ സഫ് ശരിയാക്കുന്നതിനിടയിൽ വന്നത്. ആ ആളുകൾ, ഞങ്ങൾ വേറെയും കുറേ മയ്യത്തുകൾക്ക് നമസ്കരിക്കുന്നവരൊക്കെ തന്നെ ഞങ്ങളുടെ ബന്ധുക്കളും കൂട്ടുകാരും നാട്ടുകാരും ഒക്കെയാണ്. പക്ഷെ ആ നിൽക്കുന്ന നിൽപ്പിൽ എനിക്കിങ്ങനെ തോന്നി, എല്ലാ നിസ്കാരത്തിനും നിൽക്കുന്നത് പോലെ അല്ലല്ലോ ഇവൻ്റെ മയ്യത്ത് നിസ്കാരത്തിന് നിൽക്കുന്നത്. നല്ല കരുത്തുള്ള ഒരു ചെറുപ്പക്കാരൻ. ആ നിൽക്കാനുള്ള കാരണം വേറൊന്നുമല്ല, നമ്മളൊക്കെ മരിച്ചാലും നമുക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ നിൽക്കുന്ന ആളുകൾ പല തരക്കാരുണ്ടാവും. നമ്മളുടെ നന്മ മാത്രം കണ്ടവരുണ്ടാകാം, നമ്മളുടെ തിന്മകൾ അനുഭവിച്ച കുറേ ആളുകളും അതിലുണ്ടാവും. അല്ലെ, അവരൊക്കെ പുറത്തു തരാനും മാപ്പ് തരാനൊക്കെ തയ്യാറായിരിക്കും. പക്ഷെ എന്നാലും അവിടെ ഒരു അനൗൺസ്മെന്റ് നടക്കുമ്പോൾ, അല്ലെങ്കിൽ ആ മയ്യത്തിന് മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അയാളിലേക്ക് ആ പഴയതൊക്കെ ഇങ്ങനെ പോകും. ഞാൻ അന്ന് പറഞ്ഞത്, ഞാൻ അന്ന് അയാളോട് ചെയ്തത്, അല്ലേ? സ്വാഭാവികമാണ്, നമ്മളൊക്കെ പൊറുക്കാൻ വേണ്ടി തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് അവിടെ നിന്ന്. ഈ ചെറുപ്പക്കാരന് വേണ്ടി നിന്ന ആ മനുഷ്യര്, പക്ഷെ അവർ മുഴുവൻ നിൽക്കുന്നത്, എനിക്ക് തോന്നിയത് അവൻ്റെ പൂർണ്ണ മനസ്സോടുകൂടിയാണ് നിന്നത് എന്ന. കാരണം അവൻ്റെ ഇടപെടലുകൾ അങ്ങനെയായിരുന്നു.
എന്തു പറഞ്ഞാലും ധിക്കാരം പറയാതെ ഒരു ചെറുപുഞ്ചിരിയോടെ അനുസരണയോടെ അങ്ങനെ പോയ ഒരു സാധാരണക്കാരൻ, ചെറിയ സ്കൂൾ പോലും 10ാം ക്ലാസ് മുഴുവനാക്കിയിട്ടില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ. ശാരീരിക അധ്വാനങ്ങൾക്ക് മാത്രം, സ്കിൽഡ് ജോലിയൊന്നും അറിയില്ല. കോൺട്രാക്ട് വർക്കുകളൊക്കെ ആണെങ്കിൽ പോലും അതിലൊക്കെ ഇങ്ങനത്തെ ചില്ലറ പണികളൊക്കെ കഴിയുള്ളൂ, ഇന്ത്യ പണിയൊന്നും അറിയില്ല. പക്ഷേ ആ ആളുകൾ, നൂറുകണക്കിന് ആളുകൾ പെട്ടെന്നുള്ള മരണമായതുകൊണ്ട് അവിടെ വന്നു, തലേന്നും അന്നുമായിക്കൊണ്ട് ആ വന്ന ആളുകൾക്കൊന്നും, അതിൽ വന്നവർ കുറേ അവൻ വീടുണ്ടാക്കിയോട്ട് എവിടെയൊക്കെ സ്ഥലങ്ങളിലോ പോയി പണിയെടുത്തിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ വന്ന മനുഷ്യന്മാർ ആ കോൺക്രീറ്റിൽ വെള്ളം നനയ്ക്കാനും അതിൻ്റെ ബണ്ട് കെട്ടാനും അതിൻ്റെ കമ്പി കെട്ടാനും ചില്ലറ പണികൾക്കൊക്കെ ആയിട്ട് കൂടിയ ആ മനുഷ്യന്മാരൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു പെരുമാറ്റമായിരുന്നു അവൻ്റേത് എന്ന അവർ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ എൻ്റെ ഇടത്തും വലത്തും മുമ്പിലും ബാക്കിലൊക്കെ ആയിട്ട് ചപ്പിൽ നിൽക്കുന്ന ഞങ്ങൾ സ്ഥിരമായി നമസ്കരിക്കുന്ന ആളുകളൊക്കെയാണ്. പക്ഷെ എന്നാലും എനിക്കിങ്ങനെ തോന്നി, പല മയ്യത്ത് നമസ്കാരങ്ങൾക്ക് നിൽക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഞാനൊരു ചെറുപ്പക്കാരനോട്, 10-20 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനോട് പറഞ്ഞപ്പം അവൻ പറഞ്ഞു, എനിക്കും തോന്നിയിട്ടുണ്ട് അത്. ഈ നിൽക്കുന്ന ആളുകളൊക്കെയും സാധാരണ നിൽക്കുന്നത് പോലെയല്ല ഈ മയ്യത്ത് നിസ്കരിക്കാൻ നിൽക്കുന്നത്. ഒരുപാട് നന്മകളുള്ള ഒരു നേതാവൊന്നുമല്ല അദ്ദേഹം, അറിയപ്പെടുന്ന ഒരു വലിയ സാമൂഹ്യ പ്രവർത്തകനൊന്നുമല്ല. അവനവൻ്റെ കുടുംബമായിട്ട് അങ്ങനെ പോണേ, ബാക്കി ജീവിതത്തിൽ അനന്തരങ്ങൾ പോലും ബാക്കി വെക്കാതെ പോയ ഒരു മനുഷ്യൻ. മക്കളൊന്നുമില്ല, 10-15 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ചികിത്സകളിലാണ്. അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ചില ചികിത്സാ ഘട്ടങ്ങളിലൊക്കെ ആയി ഒരു വീടിൻ്റെ പണി അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലെ കോൺക്രീറ്റൊക്കെ ഏകദേശം കഴിഞ്ഞങ്ങനെ നിൽക്കുകയാണ്. അല്ലെ, വേറെ ആളുകൾക്കിടയിൽ അങ്ങനെ പേര് കിട്ടാൻ പറ്റിയ ഒരു യോഗ്യതയും ഇല്ല. ഇപ്പം നമ്മൾക്കൊക്കെ ഇപ്പോൾ പറയാലോ, ഖത്തീബാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഇന്ന തറവാട്ടുകാരനാണ്, അങ്ങനെയൊക്കെ പറയാൻ പലതും ഉണ്ടാവും നമ്മുടെ കയ്യിൽ. അങ്ങനത്തെ ഒന്ന് വെച്ചിട്ട് അവനെ അളക്കാൻ ആരും ഉണ്ടാവില്ല. പക്ഷെ എന്നിട്ടും ആ മനുഷ്യരവിടെ നിന്നത് ആ വ്യക്തിയുടെ സ്വഭാവത്തിൻ്റെ മഹിമയാണ്. ഞാൻ ചോദിച്ചില്ലേ നേരത്തെ, നമ്മൾ ഒരുങ്ങിയോ പോകാൻ? നമ്മൾ വെറുതെ ഞാൻ അവിടെ നിന്ന് ആലോചിച്ച രണ്ടാമത്തെ ഭാഗം ഇതാണ്. ഞാൻ മരിച്ചെടുക്കുകയാണെങ്കിൽ എനിക്ക് വേണ്ടി നിൽക്കുന്ന ആളുകൾ എങ്ങനെയായിരിക്കും നിൽക്കുക? ഇപ്പം എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഇവന് വേണ്ടിയിട്ട് നിൽക്കുന്ന ആളുകളൊക്കെ എങ്ങനെയാണ് നിൽക്കുന്നത് എന്ന്. അതുപോലെ നിൽക്കുമോ മനുഷ്യർ? ലൈലൻ്റെ കുടുംബക്കാരുണ്ട്, അയൽപക്കക്കാരുണ്ട്, നാട്ടുകാരുണ്ട്, ഒരുപക്ഷെ നിങ്ങളെപ്പോലെയൊക്കെയുള്ള ആളുകളൊക്കെ ഉണ്ടാവാം എവിടുന്നൊക്കെയുള്ള പരിചയത്തിൻ്റെ പേരിൽ. പക്ഷെ എല്ലാവരും ഈ ഒരു തുറന്ന മനസ്സോടെ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, പടച്ചോനെ അയാൾക്ക് പുറത്തു കൊടുക്കണേ, അയാളോട് കരുണ കാണിക്കണേ എന്ന് പറയുന്നവരാകുമോ എനിക്ക് വേണ്ടി നിസ്കരിക്കാൻ വരുന്നവർ? റസൂലുള്ളാഹി പറഞ്ഞില്ലേ, 40 മുവഹിദുകൾ ഒരു മനുഷ്യനും വേണ്ടി പ്രാർത്ഥിച്ചാൽ അള്ളാഹു ആ പ്രാർത്ഥന സ്വീകരിക്കുമെന്ന്. നമ്മുടെയൊക്കെ മയ്യത്തിന് 40, 400 ഒക്കെ നിസ്കരിക്കാൻ ആളുകളുണ്ടാകാറുണ്ട് അല്ലേ? പക്ഷേ ആ നമസ്കാരത്തിൽ അത്രയും ആത്മാർത്ഥമായി. ഞാൻ പറഞ്ഞു, നമ്മളൊന്നും ഒരു മരിച്ച ഒരു മനുഷ്യനെ കുറിച്ച് മനസ്സിലൊന്നും വെക്കാറില്ല. പൊതുവെ മാപ്പ് കൊടുക്കാൻ തന്നെ അസന്നദ്ധരാണ് നമ്മൾ. കാരണം നമ്മളെ അവിടുന്ന് ഓർമ്മിപ്പിക്കലുണ്ടല്ലോ, നാളെ നീയും കിടക്കണമല്ലോ ഇവിടെ ഇങ്ങനെ അല്ലെ, തെക്ക് വടക്കായി നിന്നെയും കിടത്തുമ്പോൾ നിനക്ക് വേണ്ടി കുതി നിൽക്കുന്ന ആളുകൾ മാപ്പ് തരണമല്ലോ, അതുകൊണ്ട് മാപ്പ് കൊടുത്തേക്കൂ ഈ മരിച്ച മനുഷ്യന് എന്ന് പറയാറുണ്ട്. പക്ഷെ എന്നാലും ഉണ്ടാവും ഉള്ളിൻ്റെ ഉള്ളിൽ നീറുന്നുണ്ടോ ചിലതൊക്കെ അല്ലേ, ചില വാക്കുകൾ എത്ര മായ്ച്ചാലും മായാത്ത മഷിയിൽ അല്ലെ, ചില കോറലുകൾ എത്ര അടച്ചാലും തീരാത്ത ചില അടയാളങ്ങൾ. വെറുതെ നമുക്ക് വ്യക്തിപരമായി ഇങ്ങനെ ആലോചിച്ച് നോക്കാം അല്ലെ, ഇങ്ങനെ ഏത് സമയവും വീണുവാലോ നമ്മളും ഒക്കെ. ഇപ്പം ഞാനിമ്മന്ന് ഇറങ്ങുമോ, നിങ്ങൾ ഇവിടുന്ന് പുറത്തേക്ക് പോവോ അല്ലെ? അള്ളാഹുവിൻ്റെ കയ്യിലുള്ള സമയമാണ്, അള്ളാഹുവിൻ്റെ കയ്യിലുള്ള നിർണയമാണ്. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ, തീർച്ചയായും അള്ളാഹുവിൻ്റെ അടുക്കലാണ് അന്ത്യദിനത്തിൻ്റെ കണക്കുള്ളത്, അറിവുള്ളത്. വയുനസ്സിലുൽ ഗൈസ്, മഴയും അവൻ്റെ അറിവിൽ തന്നെയാണ്, അവനാണ് മഴ വർഷിപ്പിക്കുന്നത്. വയാലോ മാഫിൽ അർഹാം, ഗർഭാശയങ്ങളിലുള്ളതും അവൻ തന്നെ അറിയുള്ളൂ. ആ ജനിക്കാനിരിക്കുന്ന കുഞ്ഞിൻ്റെ ആയുസ് എത്രയാണ്, അവൻ ഹിദായത്തിലായിരിക്കുമോ ലലാലത്തിലായിരിക്കുമോ തുടങ്ങിയ കാര്യങ്ങൾ, അവൻ്റെ റിസ്ക് എങ്ങനെയായിരിക്കും, അതൊക്കെയും അള്ളാഹുവിൻ്റെ കണക്കിലാണ്. ഫമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ, നാളെ എന്ത് സമ്പാദിക്കും എന്നൊരാൾക്കും അറിയില്ല. ഫമാ തദ്രി നഫ്സും മാദാ, നമ്മൾ ഭയങ്കര പ്ലാനിങ്ങിലാണ് അല്ലെ, ഭയങ്കര പ്ലാനിങ്ങിലാണ് നമ്മൾ പോണത്. പക്ഷേ അള്ളാഹ് വളരെ കൃത്യമായി പറഞ്ഞു, ഫമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ,
അല്ലെ? ഈ മനുഷ്യനെ തന്നെ നിങ്ങൾ നോക്കൂ, എന്തൊക്കെ സ്വപ്നങ്ങളുമായിട്ടേക്കും അങ്ങനെ വളർന്നു വന്നിട്ടുണ്ടാവുക. കുട്ടികളൊന്നുമില്ല എങ്കിൽ സ്വാഭാവികമായും ഇണകൾ തമ്മിൽ വല്ലാത്തൊരു ബന്ധമായിരിക്കും അല്ലെ? പ്രത്യേകിച്ചും 10-15 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാതെ അടുപ്പത്തിലേക്കായിട്ടുണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രം. ഇനി മൂന്നാമതൊരാളെ താങ്ങാനില്ലല്ലോ, കാത്തിരിക്കാനില്ലല്ലോ എന്ന രൂപത്തിലുള്ള ബന്ധങ്ങൾ അല്ലെ? ഒരു കൊച്ചു വീടൊക്കെ വെച്ച് അല്ലെ, ആ ഒരു ഇങ്ങനെ പോണം അല്ലെ? ഒരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പൊ വലിയ ലക്ഷങ്ങളൊന്നും മുടക്കാൻ ശേഷിയൊന്നുമില്ല. അതുകൊണ്ട് കുറെ ചെറിയ ചികിത്സയൊക്കെ നടത്തി വന്നു. ഇനിയുള്ള ഈ പറഞ്ഞ പെറുക്കിക്കൊണ്ടുവന്നു വെച്ചതെല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു വലിയ ചികിത്സയിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുന്നു, അള്ളാഹു തരുമായിരിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ. നാളെ എന്ത് നേടും ഒരാൾക്കും അറിയില്ല. എവിടെ മണ്ണിലാ മരിക്കുക അല്ലെ? ആ ചെറുപ്പക്കാരന് മരിക്കാൻ നിർമ്മാണത്തിലിരിക്കുന്ന ഒരു ബിൽഡിങ്ങിന്റെ വാട്ടർ ടാങ്ക് വേണ്ടി വന്നു അല്ലെ? അവന്റെ മയ്യത്ത് കൊണ്ടുവന്ന് വെച്ചത് ഇക്കാക്കന്റെ വീട്ടിലാണ്. കാരണം അവന്റെ വീട്ടിലേക്ക് ഈ മയ്യത്ത് വെച്ച പെട്ടി കയറ്റാൻ കഴിയില്ല, ചെറിയ വാതിലായതുകൊണ്ട് അല്ലെ? ആ ഒരു സാഹചര്യത്തിൽ അവന്റെ മയ്യത്ത് വെച്ചത് ഏട്ടന്റെ വീട്ടില്. പക്ഷെ അവൻ മരിക്കുന്നത് ഏതോ ഒരു പറമ്പിലെ ഒരു കുഴിയില്. നമുക്കുണ്ട് 2500-3500 ഒക്കെ സ്ക്വയർ ഫുട്ട് വിശാലതയുള്ള വലിയ കൊട്ടാരങ്ങളൊക്കെ. അവിടെ മരിക്കാൻ കാത്തുക്കൊണ്ടോ നമ്മൾ? ഇനി മരിച്ചാൽ തന്നെ നമ്മൾ ഒരു പക്ഷെ അവിടേക്ക് കയറ്റുമോ അവര് അല്ലെ? അങ്ങനെ ചില അനുഭവങ്ങളൊക്കെ നമ്മൾ കേൾക്കാറില്ല. പുതിയ ഉണ്ടാക്കിയ വീടാണ്, മയ്യത്ത് ആദ്യമായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണ്ട എന്ന് പറയുന്ന രക്തം ഉണ്ടാവും. എതിർക്കാൻ പറ്റില്ല, മനുഷ്യർ പല സ്വഭാവക്കാരല്ലേ. ഏത് മണ്ണിലായിരിക്കൂലേ മരിക്കാൻ വേണ്ടി അവിടേക്ക് കൊണ്ടുവന്നു എന്ന് പറയണ്ടേ നമ്മൾ ചിലപ്പോ അല്ലെ? എവിടെ മരിക്കും, എന്ന് മരിക്കും എന്നറിയില്ല. നമുക്കൊന്നേ ചെയ്യാനുള്ളത് എന്താ? എവിടെ മരിച്ചാലും എങ്ങനെ മരിച്ചാലും. ഇനിയിപ്പോ മരണം നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് എങ്ങനെയാ? നമ്മളെ ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളൊക്കെ കഴിഞ്ഞിട്ട് അല്ലെ, മക്കളെയൊക്കെ ഒരു വൈക്കാക്കിയിട്ട്, അതിൽ പെൺകുട്ടികളെയൊക്കെ കല്യാണം കഴിച്ചു, ആൺകുട്ടികൾക്കൊക്കെ ജോലിയായി, അവർക്കൊക്കെ വീടായി അല്ലെ, എന്നിട്ട് ആശ്വാസത്തോടെ ഒരു വല്യമ്മയായി അല്ലെ, അവരുടെയൊക്കെ സംരക്ഷണയിൽ സ്വന്തം കാര്യങ്ങളൊക്കെ നടന്ന് അങ്ങനെ പോകുന്നതിനിടയിൽ ഒരു ദിവസം അങ്ങനെയായിട്ട് മരിക്കണം. അങ്ങനെയൊക്കെ നമ്മളെ ആഗ്രഹം. പക്ഷെ ഇങ്ങനെയൊക്കെ ആഗ്രഹിച്ചിട്ട് എത്ര പേരാ അങ്ങനെയൊക്കെ നടത്തുന്നത് അല്ലെ? നമ്മൾ കാണുന്ന ചില ആളുകൾ കാണുമ്പോഴൊക്കെ അയാൾ നമ്മളോട് പറയും അല്ലെ, അവർ നമ്മളോട് പറയുന്നുണ്ട്, ഇങ്ങനെ നടക്കുമ്പോൾ അങ്ങോട്ട് പോയാൽ മതിയായിരുന്നു. പക്ഷെ അങ്ങനെയുള്ള ആളുകളെ അള്ളാഹു എത്ര വർഷം കിടത്തിയിരിക്കുന്നു അല്ലെ? ആ മോനും ആ മോളും മറ്റോനും ഒക്കെ വിദേശത്താണ് അല്ലെങ്കിൽ വേറെ എവിടെയോ ആണെന്നുള്ളതിലുള്ള വേവലാതിയിൽ നടന്നിട്ട് അവരെയൊക്കെ വിളിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് നമ്മൾ വേറെ എവിടെയോ പോയോട് അവിടെ പോയി മരിച്ചു അല്ലേ? അപ്പൊ എവിടെ മരിച്ചാലും കലിമ ചൊല്ലി തരാൻ ആളില്ല, വെള്ളം തരാൻ ആളില്ല അല്ലെ? ഈ ചെറുപ്പക്കാരന് അതൊന്നും കിട്ടിയില്ല അല്ലെ? അവനാ കുഴിയിലിറങ്ങി ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ശ്വാസം മുട്ടി അവിടുന്ന് മരിച്ചു വരാം. അവന് വെള്ളം കൊടുത്തിട്ടില്ല ആരും, കലിമ ചൊല്ലി കൊടുത്തിട്ടില്ല ആരും. ഇത് ഞാൻ നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നതാ. ഒന്നല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ, ഒന്നുകിൽ ഏതോ ഒരു ചക്രത്തിന്റെ അടിയിൽ അരഞ്ഞൊക്കെ പോവുകയായിരിക്കും. പറഞ്ഞു കേട്ടിട്ട് പേടിക്കൊന്നും വേണ്ട അല്ലെ? ഏത് രൂപത്തിലാ വരിക? പക്ഷെ ഏത് രൂപത്തിലും വന്നോട്ടെ, മരണം ഏത് രൂപത്തിലും വന്നോട്ടെ. പക്ഷെ അതൊരു നല്ല സാഹചര്യത്തിലായി കിട്ടണം. നമ്മൾ വേറെ ചില വാർത്തകൾ ഇപ്പോൾ നമ്മളെ സോഷ്യൽ മീഡിയയിൽ കൂടെയൊക്കെ ഇങ്ങനെ നടക്കുന്ന ചില മരണ വാർത്തകളില്ലേ, അത് കിട്ടേണ്ടത് തന്നെയാന്നൊക്കെ അറിയാതെ നമ്മളെ മനസ്സ് പറഞ്ഞു പോകുന്ന ചില മരണങ്ങൾ അല്ലെ? പരസ്യമായിക്കൊണ്ട് കുടുംബത്തിന് പോലും എൻ്റെ മോന് വേണ്ടി മോൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന് ഒരു വിശ്വാസിയോട് പറയാൻ തോന്നാത്ത മരണങ്ങൾ, അതതിൻ്റെ ചില സന്ദർഭങ്ങളാണ്. അപ്പൊ അങ്ങനെ ഇല്ലാതിരിക്കാൻ അള്ളാഹു നമ്മളെ കാക്കട്ടെ. പക്ഷെ അല്ലാത്ത രൂപത്തിൽ ഈ പറഞ്ഞതുപോലെ ഷഹീദിന്റെ കൂലിയൊക്കെ അള്ളാഹ് പറഞ്ഞത്, റസൂലുള്ളാഹ് പറഞ്ഞത്, ഇങ്ങനെ ബിൽഡിംഗ് വീണ് മരിക്കുന്നവൻ, വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നവൻ, വയറിന് അസുഖം വന്ന് മരിക്കുന്നവൻ എന്നൊക്കെ. ഇത് ബദറിലെ ശുഹദാക്കൾക്കുള്ള കൂലി എന്ന അർത്ഥത്തിലല്ല, മറിച്ച് അതൊന്നും നിങ്ങൾ മോശം മരണമായിട്ടൊന്നും കാണേണ്ടതില്ല. നന്മയുടെ മാർഗത്തിൽ നിങ്ങൾ എങ്ങനെ കിടന്ന് എവിടെ കിടന്ന് എങ്ങനെ മരിച്ചാലും അല്ലെ, രോഗം ബാധിച്ച് പുഴുത്തരിച്ച് മരിച്ചാലും ശരി, ആ മരണം മോശം മരണമൊന്നുമല്ല അല്ലെ? അത് ആ അർത്ഥത്തിലാ റസൂലുള്ളാഹി അത് സൂചിപ്പിക്കുന്നത്. അപ്പോ എപ്പോഴാണെങ്കിലും ശരി, ആ മരിച്ചതിന് ശേഷം ഞാൻ എന്ത് എന്നത് ആലോചിക്കേണ്ടത്, മരിക്കാതിരിക്കാൻ എന്ത് എന്നല്ല
അല്ലേ? നിങ്ങൾ എങ്ങനെ ഓടിയാലും ശരി, ഇന്നൽ മൗത്തല്ലദീ തഫിറൂന മിൻഹു, നിങ്ങൾ ഓടുന്ന മരണം. അല്ലേ? ആംബുലൻസ് ഒക്കെ പോടാൻ നമുക്കറിയാം അല്ലെ? ജീവനും കൊണ്ട് നമ്മളൊക്കെ മാറിക്കൊടുക്കണം, കാരണം ഒരു ജീവനും കൊണ്ട് പോവുക അവര് അല്ലെ? പക്ഷെ അത് നമ്മൾ എന്താ പറയുന്നത്, അവസാനം ആ ആംബുലൻസ് തട്ടിയിട്ട് ആ ഓടിച്ചോനും മരിച്ചു എന്ന് കേൾക്കാം അല്ലെ? അപ്പോ നിങ്ങൾ ഓടിക്കഴിച്ചിലാകാൻ ശ്രമിക്കുന്ന മരണം കണ്ടുമുട്ട് തന്നെ ചെയ്യും. പിന്നെ അവിടുന്ന് ഈ ഹയവാൻ, അവിടുന്ന് അങ്ങോട്ടാണ് ജീവിതം തുടങ്ങുന്നത്. ആ ജീവിതത്തിലേക്ക് എന്തൊരുക്കി എന്നതാ ചോദ്യം അല്ലെ? അള്ളാഹു പറയുന്ന, റസൂലുള്ള പറയുന്ന കുറെ ഒരുക്കങ്ങളുണ്ടല്ലോ ആ മരണാനന്തര ജീവിതത്തിൽ. നമുക്ക് ഓർമ്മ ഉണ്ടോ എന്തൊക്കെയാണ് അല്ലെ? ആ ആലോചിച്ചു നോക്കിയിട്ട് അള്ളാഹു എന്താണോ നമ്മളോട് ഒരുക്കി വെക്കാൻ പറഞ്ഞത് ആ ഒരുക്കി വെക്കുക. എല്ലാ വെള്ളിയാഴ്ചയും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ആയത്തല്ലേ? വെള്ളിയാഴ്ചകളിൽ പ്രത്യേകമായി ജുമാ നമസ്കാരത്തിൽ ഓതാൻ റസൂലുള്ള സുന്നത്താക്കിയ ഒരു ആയത്തുണ്ടല്ലോ, വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. ഒരാൾക്ക് സമയമായ അള്ളാഹു അവരെ മാറ്റുകയില്ല. അതിന് ഭാഷാശക്തി പ്രത്യേകമാണ്. ലൻ യുഅഖിറല്ലാഹ്, അള്ളാഹു ഒരിക്കലും പിന്തിരിപ്പിക്കില്ല. മരിച്ചോടത്ത് എണീച്ചു വന്നാന്നൊക്കെ നമുക്ക് പറയാം, പക്ഷെ ഇല്ല, മരിച്ചാൽ പിന്നെ ഇങ്ങോട്ടില്ല. ഇനി നിങ്ങൾ എന്തൊക്കെ ശാസ്ത്രം വളർത്തിക്കൊണ്ടുവന്നാലും ശരി, ഒരുപക്ഷെ പുതിയ സംവിധാനം വെച്ച് വെന്റിലേറ്ററിൽ ഓൻ വരാനുണ്ട്, അബുദാബിന്ന് മറ്റോൻ വരാനുണ്ട്, ഇന്ന രാജ്യത്തുനിന്ന് 2 ദിവസം കൂടി അവിടെ കിടന്നോട്ടെ വെച്ചാൽ നമ്മളെ ഹൃദയം എങ്ങനെ ഇളക്കിക്കൊണ്ടൊക്കെ അവിടെ നിൽക്കാൻ കഴിയായിരിക്കും, ശ്വാസോച്ഛ്വാസമൊക്കെ ഇളക്കിയിട്ട് അല്ലേ? പക്ഷേ അള്ളാഹു നിർദ്ദേശിച്ച ആ സമയത്ത് നമ്മുടെ റൂഹ് പോയിട്ടുണ്ടാവും. ഒരുങ്ങാം. അള്ളാഹു അതിനുള്ള ഒരു ഈമാനികമായ കാഴ്ചപ്പാട് നൽകി നമ്മളെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹൽ അഹിബ്ബ ഊസിക്കും ബിത്തഖ്വല്ലാഹ്. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമുക്കും പെട്ടെന്നുള്ള ഒരു മരണം പ്രതീക്ഷിച്ചിരിക്കണം എന്ന. അങ്ങനെ മരിക്കുമ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മനുഷ്യരുണ്ടാകണം, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ അല്ലേ? ആ ചെറുപ്പക്കാരൻ ഞാൻ പറഞ്ഞല്ലോ, വലിയ ആരാധനകളിലൂടെ മുഴുകി നടന്ന മനുഷ്യനൊന്നല്ല, സാധാരണ പോലെയുള്ള ജീവിതമൊക്കെയാണ്. പക്ഷേ നമുക്ക് തോന്നിയത് ഓൻ ചെയ്തതൊക്കെ അവന് കിട്ടും എന്നാണ്. അള്ളാഹു നൽകട്ടെ. നമ്മളതൊക്കെ പലതും വേറെ പലരും കൊണ്ടുപോകാനുണ്ട് അല്ലേ? നമ്മുടെ നിസ്കാരവും നമ്മുടെ നോമ്പും നമ്മുടെ സദക്കയും നമ്മുടെ നന്മകളൊക്കെ ഉണ്ടല്ലോ, വേറെ ആർക്കൊക്കെ ഓരി വെച്ച് കൊടുക്കപ്പെടുന്ന ഒരു സാഹചര്യം പറഞ്ഞല്ലോ റസൂലുള്ള. ആളെ കാണിക്കാൻ വേണ്ടി ചെയ്തത്, മറ്റുള്ളവരെ ഉപദ്രവിച്ചുകൊണ്ട് ചെയ്തത് അല്ലെ, മറ്റുള്ളവരെ കുറിച്ച് മോശം വാക്കുകൾ പറഞ്ഞത്. അപ്പൊ അതിനൊക്കെ പകരം നമ്മളെ നന്മയാണല്ലോ അവർക്ക് എടുത്തു കൊടുക്കുന്നത് അല്ലേ? ഞാൻ ഒരാളെ കുറിച്ച് മോശമായി സംസാരിച്ചിട്ടുണ്ട് എങ്കിൽ എൻ്റെ ഒരു നന്മ എടുത്തിട്ട് പകരം അവന് കൊടുക്കുക. അങ്ങനെ ഞാൻ മുഫ്ലിസ് ആകുമെന്ന് റസൂലുള്ള പറഞ്ഞില്ലേ? അള്ളാഹു കാക്കട്ടെ അല്ലേ? നമ്മൾ പാപ്പരായി പോകുന്ന ഒരവസ്ഥ, നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയത് കാണാൻ കഴിയാത്ത ഒരവസ്ഥ അല്ലേ? ഈ മണ്ണിലൂടെ നടക്കുമ്പോൾ മണ്ണ് പോലും അറിയാതെ നടന്നു പോകുന്ന മനുഷ്യന്മാർ, മറ്റൊരാളുടെ വിഷയത്തിലും ന്യായമായി ഇടപെടാൻ പോകാത്തവർ അല്ലെ, മറ്റൊരാളെയും വേദനിപ്പിക്കാതെ കടന്നുപോയവർ, അവരുണ്ടാക്കിയത് കുറച്ചാണെങ്കിലും അത് അവിടെ ഉണ്ടാവും. തൗബ ചെയ്യുക റബ്ബിലേക്ക്, അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങുക. നമുക്കുള്ള സമാധാനം അതേ ഉള്ളൂ. അല്ലേ? മരണ തൊണ്ടക്കുഴിയിലെത്തുന്നത് വരെ അള്ളാഹിനോട് ചോദിച്ചാൽ അള്ളാഹ് മാപ്പ് തരും. ഗഫൂറാണ് റബ്ബ്, റഊഫാണ് റബ്ബ്, റഹീമാണ് റബ്ബ്, വദൂദാണ് റബ്ബ്. ഏറ്റവും ദയാലുവാണ്, ഏറ്റവും പൊറുക്കുന്നവനാണ്, ഏറ്റവും കരുണ കാണിക്കുന്നവനാണ്, ഏറ്റവും സ്നേഹമുള്ളവനാണ്. അതുകൊണ്ട് ജീവിതത്തിൽ എന്തൊക്കെ ചെയ്തു വെച്ചാലും ശരി, എത്ര പ്രാവശ്യം ചെയ്താലും ശരി, ആത്മാർത്ഥമാണ് ആ തിരിച്ചുപോക്കെങ്കിൽ അള്ളാഹു അത് ഏറ്റെടുക്കാൻ സന്നദ്ധമാണ്. തിരക്കിൻ്റെ ഇടയിൽ ആ ഒരു കാര്യത്തിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ് അല്ലെ? നാളേക്കെന്ത് എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ഇങ്ങനെ തിരക്കൂട്ടുമ്പോഴേ എൻ്റെ ശരിയായ നാളെ ഉണ്ടല്ലോ, ആ നാളേക്കെന്ത് എന്നാലോചിക്കുക. മാ ഖദ്ദമത് ലിഗദ്,
അല്ലെ, എന്താ ഞാൻ എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചത് എന്ന്. നമ്മൾ ഓരോ ദിവസവും നമ്മളെ ബാലൻസ് ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരാശ്വാസം അല്ലേ. എല്ലാ ദിവസവും രാത്രി നമ്മളൊന്ന് എടുത്തു നോക്കും, ഇന്ന് എവിടേക്കോ നമ്മൾ കുറെ ഗൂഗിൾ പേ ഒക്കെ പോയതാ, അപ്പൊ ബാലൻസ് എത്രയായി, അതിൻ്റെ ഇടയിൽ ഏതോ വന്നതുണ്ട്, എത്രയായി, നമ്മൾ ആ ബേജാറില്ല നമ്മുടെ വരവിനെ കുറിച്ച്, ചെലവിനെ കുറിച്ച്. അതേസമയം ഈ ജീവിതം ഇവിടെ അവസാനിച്ചു പോവുകയാണെങ്കിൽ അല്ലെ, ദുനിയാവിലെ എൻ്റെ ബാധ്യത ഒരു പക്ഷെ എൻ്റെ മക്കളോ എൻ്റെ കുടുംബക്കാരെങ്കിലും ഒക്കെ വിട്ടുമായിരിക്കും അല്ലെ, നിങ്ങളാരെങ്കിലും ഒക്കെ പിരിവെടുത്ത് കടം വിട്ടായിരിക്കും. പക്ഷേ പടച്ചവന്റെ അടുത്തേക്ക് നമുക്കൊന്നും ചെല്ലാൻ പറ്റൂലല്ലോ അല്ലെ. ഞങ്ങൾ ഏറ്റെടുത്തു റബ്ബേ എന്ന് പറഞ്ഞിട്ട് ആരും വരൂല്ലല്ലോ. എങ്കിൽ നമ്മൾ തൗബ ചെയ്യുകയും നാളേക്ക് വേണ്ട കരുതലുകൾ ഉണ്ടാക്കി വെക്കുകയും ചെയ്യുക. ഖബർ സന്ദർശിക്കാൻ പോവാ. നമ്മളൊക്കെ മയ്യത്ത് നിസ്കാരത്തോടനുബന്ധിച്ച് പോകലുണ്ട്. മയ്യത്ത് നിസ്കരിക്കുക അത് തന്നെ നമ്മൾ വലിയവർ, മുതിർന്നവർ, അതും നമ്മൾ പുരുഷന്മാർ പോരാ, നമ്മുടെ മക്കളെയൊക്കെ കൊണ്ടുപോകണം. മയ്യത്ത് നിസ്കാരത്തിനവർക്ക് വരാൻ കഴിയില്ല എങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട ബന്ധു അല്ലെങ്കിൽ അയൽവാസി, നമ്മളറിയുന്ന ആൾ, അയാളുടെ മരണത്തിനും മറമാടലിനൊക്കെ ശേഷം തന്നെങ്കിൽ ആ മക്കളെയൊക്കെ കൊണ്ട് ഖബർസ്ഥാനിലൊക്കെ ഒന്ന് പോവാ അല്ലെ. എന്നിട്ട് നമുക്കറിയുന്ന കുറെ ഖബറുകൾ ഉണ്ടാവും അവിടെ, നാട്ടിലെ പ്രമാണിമാരായി കഴിഞ്ഞു പോയവർ അല്ലെ, നാടിനെ വിറപ്പിച്ച ആളുകൾ, കടന്നുപോയ ആളുകൾ, അങ്ങനെ പലരും അസാത്വികരായി കടന്നുപോയ ആളുകൾ, ഇവരുടെയൊക്കെ ഖബറുണ്ടാവുമല്ലോ അവിടെ. അത് നോക്കിയിട്ട് ആ കുട്ടികളോട്, കൗമാരക്കാരായ ആ മക്കളോട്, അല്ലെങ്കിൽ അതിലും കൂടി കുറച്ചുകൂടി പ്രായം കുറഞ്ഞ നമ്മുടെ മക്കളോട് അവർക്ക് പറഞ്ഞു കൊടുക്കണം, കാണിച്ചു കൊടുക്കണം. അയാളുടെ കൊട്ടാരം എനിക്കറിയില്ലേ അല്ലെ, അയാളെ വീട് നീ കണ്ടില്ലേ, ഇപ്പൊ കിടക്കുന്ന വീടും കണ്ടില്ലേ അല്ലെ, അതിന്റെ അപ്പുറത്ത് കിടക്കുന്ന ആളെ കണ്ടോ, അയാളാരാ? അയാൾ നമ്മുടെ നാട്ടില് ഈ പറഞ്ഞ പഴയ സാധനമൊക്കെ പെറുക്കി വിറ്റ് നടന്നിരുന്ന മനുഷ്യനാ. ആരെടുത്ത് കിടക്കണേ? ഈ നാട്ടിലെ ഏറ്റവും വലിയ കൊട്ടാരത്തിൽ താമസിച്ച ഹാജിയാരുടെ അയൽപ്പക്കത്ത് കിടക്കുന്നത് അല്ലെ. രണ്ടാൾക്കും ഒരേപോലുള്ള അറയാ അല്ലെ. ഖബർ സന്ദർശിക്കുമ്പോ റസൂലുള്ള പറയാൻ പറഞ്ഞത് എന്താ? അസ്സലാമു അലൈക്കും അല്ലെ അഹ്ല ദിയാരിൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ ഭവനത്തിലുള്ളവരെ, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ. വഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ, ഞങ്ങളുതാ ഇങ്ങോട്ട് വരാൻ നിൽക്കുകയാണ്. ഇതിലേത് മുറിയിലേക്കാണ് ഞങ്ങൾ ഉണ്ടാകുക അല്ലെ? 940 മുതൽ 60 വരെ, 60 മുതൽ 80 വരെ എന്നൊക്കെ പറഞ്ഞ കണ്ടപ്പറമ്പിൽ ഓരോ കഷ്ണം മുറിച്ചിട്ടുണ്ട് അല്ലെ, നമ്മൾ കാണാവുന്നേ. നമ്മൾ ഏതിലേക്കാ പോവാ? മരണത്തിനെ ഓർമ്മിപ്പിക്കാൻ ആ ഖബർ സിയാറത്ത് പറഞ്ഞത്. അല്ലാതെ ഖബറിലുള്ളവർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മൾ ആടെ പോകേണ്ട ആവശ്യമൊന്നുമില്ല, അത് ഇവിടുന്ന് പ്രാർത്ഥിച്ചാൽ മതി അല്ലെ. നമ്മൾ വാപ്പാന്റെ ഖബറൊക്കെ എത്ര പ്രാവശ്യം പോയി കാണും? കൊല്ലത്തിൽ 1-2 പ്രാവശ്യം, അല്ലെങ്കിൽ വേറെ ഏതാ മരണം നടക്കുമ്പോൾ ആ വഴിക്ക് പോകും. അതെന്നെ ഇപ്പോൾ ഓർമ്മയുണ്ടായിക്കൊള്ളൊന്നുമില്ല, ആവശ്യമില്ല. പക്ഷെ വാപ്പാക്കുള്ള പ്രാർത്ഥന അങ്ങനെ മതിയോ? അല്ലല്ലോ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഈ മുപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കണമല്ലോ, ആ മരിച്ചുപോയ ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കണമല്ലോ, ഖബർ കാണുമ്പോൾ മാത്രമല്ലല്ലോ. അപ്പൊ അതിനുവേണ്ടി അങ്ങോട്ട് പോകണ്ട. അങ്ങോട്ട് പോകേണ്ടത് എന്തിനാ? ഇനി അവിടെയുള്ള മഹാന്മാരോട് ഇങ്ങോട്ട് ചോദിക്കാനാണോ? അതും പാടില്ലല്ലോ, അത് നിഷിദ്ധാണല്ലോ, ഹറാമാണല്ലോ. പിന്നെന്തിനാ പോണത്? അവിടെ പോയി ഈ മഹാമോശക്കാരനായി ജീവിച്ച മനുഷ്യന്റെ ഖബറും സന്ദർശിക്കണം. എന്നിട്ട് അവിടെ നിന്ന് സ്വയം വിചാരണയിലേക്ക് വരണം. പടച്ചോൻ, എന്താ എൻ്റെ സ്ഥിതി അല്ലെ? അതുപോലെ നാളേക്ക് വേണ്ടിയിട്ട് കാര്യങ്ങളൊന്നും, നന്മകൾ നീട്ടിവെക്കാതിരിക്കുക. ചെയ്യാം, ആയിക്കോട്ടെ, പിന്നെ ആട്ടെ. ലോഹറിന്റെ ബാങ്ക് കൊടുത്തു, അസർ വരെ സമയമുണ്ട്, പക്ഷേ ബാങ്ക് കൊടുത്തപ്പോൾ തന്നെ നിസ്കരിച്ചളയാ. കാരണം അസർ വരെ ഞാൻ ഉണ്ടാവുമോ? ഞാൻ പള്ളിയിലേക്ക് ഒരു 100 രൂപ കൊടുക്കണം എന്ന് കരുതി, ഏതായാലും അടുത്ത വെള്ളിയാഴ്ച വേണ്ട, ഇന്ന് നിങ്ങൾ വന്നുണ്ടോ അസറിനോ, അപ്പൊ തന്നെ അത് കൊടുത്തേക്കാം നമുക്ക് അല്ലെ. വല്യമ്മാനൊന്ന് പോയി കാണണം തോന്നി, അല്ലെങ്കിൽ ഒരു രോഗിയെ സന്ദർശിക്കണം എന്ന് തോന്നി, ഞായറാഴ്ച ആകട്ടെ, വേണ്ട, ഇന്ന് തന്നെ ഒഴിവിട്ടെങ്കിൽ ഇന്ന് തന്നെ നമുക്ക് പോകാം. നന്മകളൊന്നും നാളേക്ക് മാറ്റി വെക്കാതിരിക്കുക. തിന്മകൾ എപ്പോഴും നാളേക്ക് മാറ്റി വെച്ചുകൊണ്ടേയിരിക്കുക. തിന്മ ആഗ്രഹിക്കുന്നുവെങ്കിൽ, മനസ്സല്ലാതെ നിർബന്ധിക്കുന്നുവെങ്കിൽ, ഇപ്പം വേണ്ട, ഓനോട് പറയാനുണ്ട്, വേണ്ട അപ്പം വേണ്ട, പിന്നെ ആക്കാം. ആ പിന്നെ ആകുന്ന സമയത്ത് വേണ്ട, അപ്പം വേണ്ട, പിന്നെ ആക്കാം, അങ്ങനെ പോട്ടെ. ഇതൊക്കെയാ ഒരുക്കം. ആ മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുക. അത് കൂട്ടമായിട്ട് വരാം, ഒറ്റക്ക് വരാം, കൂട്ടുകാരും പരിചയക്കാരും ഒന്നും ഇല്ലാത്ത ഇടങ്ങളിൽ വരാം.
അല്ലെ, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഇടത്ത് വെച്ചാകാം. അള്ളാഹു അങ്ങനെയുള്ള കൊടുന്നനെയുള്ള അപകടകരമായ മരണങ്ങളിൽ നിന്നൊക്കെ നമ്മളെവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ മരണപ്പെട്ടു പോയ ആ കൂട്ടുകാരന്, അതുപോലെ തന്നെ ഒരു സഹോദരിയും, എപ്പോഴും പുഞ്ചിരിയോടെ പോകുന്ന ഒരു ഉമ്മ, 2 വിധവകളായ മക്കൾ, കല്യാണം കഴിഞ്ഞിട്ടില്ല, അവരുടെ ശരീരത്തിൻ്റെ ചില പ്രത്യേകതകളൊക്കെ കൊണ്ട് കല്യാണമൊന്നും കഴിഞ്ഞു പോകാത്ത 2 പെൺകുട്ടികളുമായിട്ട് ജീവിച്ച ഒരു ഉമ്മ, ഭർത്താവൊക്കെ പതിറ്റാണ്ടുകൾക്ക് മുമ്പേ മരിച്ചുപോയത്. എന്തുമാത്രം സങ്കടം ഉണ്ടാവുക മനസ്സിനകത്ത്. പക്ഷെ കാണുമ്പോഴൊക്കെ ചിരിച്ചോണ്ടാണ്. അള്ളാഹു തന്ന അനുഗ്രഹങ്ങളോട് അൽഹംദുലില്ലാ എന്ന നന്ദി ബോധത്തോടെ ജീവിക്കാൻ പഠിപ്പിച്ച ഒരു ഉമ്മ. അള്ളാഹു അവർക്കും പുറത്തു കൊടുക്കുമാറാകട്ടെ. ഇതുപോലെ നമ്മളിൽ നിന്ന് ഒരുപാട് ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. കാരുണ്യവാനായ നാഥൻ അവർക്കൊക്കെ കൊടുത്ത് അവരുടെ ബർസഖയായ ജീവിതം സ്വർഗീയമാക്കി നൽകട്ടെ. പള്ളിയുടെ പരിപാലനത്തിനുള്ള ഫണ്ട് ശേഖരിക്കുന്നുണ്ട്. ആ നന്മയിലേക്ക് നിങ്ങളുടെ സഹായം ഉണ്ടാകണമെന്ന് ഉണർത്തുകയാണ്. അതുപോലെ നമ്മളുമായി ബന്ധപ്പെട്ട ഒരു സഹോദരൻ, പ്രായമായ ഒരു സഹോദരൻ വളരെ പ്രയാസകരമായ ഒരു രോഗാവസ്ഥയിലാണ്. പ്രാർത്ഥിക്കുവാൻ നമ്മളോട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. കാരുണ്യവാനായ റബ്ബേ, ഞങ്ങളുടെ ആ പ്രായാധിക്യം കൊണ്ട് പ്രയാസപ്പെടുന്ന രോഗിയായ ആ സഹോദരന് അദ്ദേഹത്തിൻ്റെ രോഗം ഏറ്റവും നല്ല നിലയിൽ ശിഫ നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. അതുകൂടാതെ വേറെയും ഒരുപാട് രോഗികൾ ഞങ്ങൾക്കിടയിലുണ്ട്. ആ ആളുകൾക്കൊക്കെയും ഏറ്റവും അർഹമായ, ഏറ്റവും വേഗത്തിലുള്ള, ഏറ്റവും പൂർണ്ണമായ ശിഫ നൽകി നീ അനുഗ്രഹം നൽകണമേ നാഥ. പടച്ചവനെ, ഏത് സമയമാ നീ തിരിച്ചു വിളിക്കുക ഞങ്ങൾക്കാർക്കും അറിയില്ല. നിൻ്റെ കയ്യിലുള്ള സമയം, നീ നിശ്ചയിച്ച സ്ഥലം റബ്ബേ, ആ സമയത്തൊക്കെയും നിൻ്റെ കലിമത്ത് മനസ്സിലുറച്ച് പറയാൻ, അങ്ങനെ യാത്ര തിരിക്കുവാൻ നീ ഞങ്ങൾക്ക് ഏവർക്കും തൗഫീക്ക് നൽകണമേ റബ്ബേ. നീ നൽകിയ അനുഗ്രഹങ്ങൾക്ക് പലപ്പോഴും നന്ദി കാണിക്കാൻ കഴിയാതെ ധിക്കാരത്തിൽ ജീവിച്ചവരാണ് ഞങ്ങൾ. ഒരുപാടേറെ ചെറുതും വലുതുമായ പാപങ്ങളുമായി നടക്കുന്നവർ. ഗഫൂറായ റബ്ബേ, നിന്നോടല്ലാതെ ഞങ്ങൾക്ക് പറയാനല്ല, നീയല്ലാതെ ഞങ്ങൾക്ക് മാപ്പ് തരാനുമില്ല, ഞങ്ങളെ അതിൽ നിന്ന് രക്ഷിക്കുവാനും മറ്റാരുമില്ല. നാഥ, നീ ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കി തരണമേ. കൂടുതൽ വിശുദ്ധമായ ജീവിതം നയിക്കുവാനുള്ള തൗഫീക്ക് നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ റബ്ബേ. പടച്ചവനെ, ജീവിതത്തിൽ പലതരത്തിലുമുള്ള പ്രതിസന്ധികൾ ഞങ്ങൾക്ക് മുമ്പിലുണ്ട്. സാമ്പത്തികം, സാമൂഹികം, രാഷ്ട്രീയം ഒക്കെ ഞങ്ങളുടെ നിലനിൽപ്പിൻ്റെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ. റബ്ബേ, നീയാണ് എല്ലാറ്റിനും കഴിവുറ്റവൻ. അതിലെല്ലാം ഞങ്ങൾക്ക് ആശ്വാസം നൽകുകയും സമാധാനം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ നാഥ. യുദ്ധം അതൊരു ഭാഗത്ത് ഇസ്ലാമിക ലോകത്തിന് വല്ലാത്തൊരു വെല്ലുവിളിയാകുന്നു. ഞങ്ങളിൽ പലരുടെയും വരുമാനങ്ങൾ, പല മനുഷ്യരും അവിടങ്ങളിലാണ് റബ്ബേ. അവർക്കൊക്കെ സമാധാനത്തോടെ, ആശ്വാസത്തോടെ അവരുടെ ഉപജീവനങ്ങൾ തേടുവാനും, അതുപോലെ ആ വിശ്വാസികൾക്കൊക്കെ സമാധാനത്തോടെ ആ പ്രദേശങ്ങളിലൊക്കെ ജീവിക്കുവാനുള്ള സാഹചര്യം നൽകി നീ അനുഗ്രഹിക്കണമേ നാഥ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. റബ്ബനാ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുൻ وجعلنا للمتقين إماما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا